According to the report of this commission, the cultivation of indigo was uneconomic and they supposed to stop it. They proposed to stop it. നീലം കൃഷി എന്ന് പറയുന്നത് നഷ്ടമുള്ള കാര്യമാണ്, സാമ്പത്തികമായി ഗുണകരമല്ല. അതുകൊണ്ട് ഇത് നിർത്തലാക്കാൻ അവർ പ്രപ്പോസ് ചെയ്തു. The commission which was appointed with a view to study about the problems of the indigo cultivators submitted the report that the indigo cultivation was uneconomic and they proposed to stop this indigo cultivation. സാമ്പത്തികമായി നേട്ടമില്ലാത്തതാണെന്നും അതുകൊണ്ട് ഈ കൃഷി നിർത്തലാക്കണമെന്നും കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. അത് കർഷകരുടെ ആദ്യ കാലഘട്ടത്തിലെ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ്. Then peasant revolt in Kerala. കേരളത്തിലെ കർഷകരുടെ പ്രക്ഷോഭം, ബ്രിട്ടീഷ് മലബാർ പ്രദേശത്തെ പ്രക്ഷോഭങ്ങൾ. There were many revolts or rebellions or peasant revolts took place in Malabar, British Malabar area. ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച മലബാർ പ്രദേശത്ത് കർഷകരുടെ വിവിധ പ്രക്ഷോഭങ്ങൾ ഉടലെടുത്തു. And the peasant revolts were against exploitation and suppression of the landlords and that of the taxation system of the British authorities. ഈ കർഷകരെ, മലബാറിലെ കർഷകർ പ്രക്ഷോഭം ഉണ്ടാക്കിയത് രണ്ടു വിഭാഗങ്ങൾക്കെതിരെയായിരുന്നു. രണ്ടു വിഭാഗങ്ങൾ കർഷകരോട് പിന്തുടർന്നു വന്ന എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ, ചൂഷണവും അടിച്ചമർത്തലിനും എതിരെയായിരുന്നു. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ദി ലാൻഡ്ലോർഡ്സ് ആൻഡ് ദാറ്റ് ഓഫ് ദി ബ്രിട്ടീഷ് അതോറിറ്റീസ്. ബ്രിട്ടീഷ് അധികാരികളുടെയും ഭൂപ്രഭുക്കന്മാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനും അതിക്രമങ്ങൾക്കും എതിരെയാണ് മലബാറിലെ കർഷകർ കേരളത്തിൽ പ്രക്ഷോഭം നടത്തിയത്. The British treated the Jemmis as owners of land. ബ്രിട്ടീഷുകാർ കണക്കാക്കിയതും പരിഗണിച്ചതും ഭൂമിയുടെ ഉടമസ്ഥന്മാർ ജന്മിമാരാണെന്നാണ്. ലാൻഡ് ലോഡ്സിനെ അന്ന് മലബാറിൽ വിളിച്ചിരുന്ന പേരാണ് ജന്മി. ജന്മിമാർക്കാണ് ഭൂമിയുടെ അവകാശം എന്ന് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു കൊടുത്തു. ആൻഡ് ഫാമേഴ്സ് ഓർ പെസൻസ് ഓഫ് സൗത്ത് മലബാർ വെയർ ടെനൻസ്. ഭൂമിയുടെ ഉടമസ്ഥത ജന്മിമാർക്കായതുകൊണ്ട് തന്നെ അവിടെ കൃഷി ചെയ്തിരുന്ന കർഷകരെന്ന് പറയുന്നത് ടെനൻസ് ആയിരുന്നു, കുടിയാന്മാരായിരുന്നു. ഞാൻ കുടിയാന്മാരാരാണ്, ടെനൻസ് ആരാണെന്ന് മുമ്പേ പറഞ്ഞതാ. ദി ഫാമേഴ്സ് ദോസ് ഹു കൾട്ടിവേറ്റ് ദി ലാൻഡ് ഓഫ് ദി ലാൻഡ് ലോഡ്സ് ഫോർ റെന്റ്. പാട്ടത്തിന് ജന്മിയുടെ ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂപ്രഭുവിന്റെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകനെയാണ് ടെനന്റ് അഥവാ കുടിയാൻ എന്ന് വിളിക്കുന്നത്. മലബാറിലെ കർഷകർ കുടിയാന്മാരായിരുന്നു എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉടമസ്ഥന്മാരായിരുന്നില്ല, പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരായിരുന്നു. They obtained land on lease from the Janmis or the lords. ജന്മിമാരിൽ നിന്നും ലീസിന് അല്ലെങ്കിൽ റെന്റിന് അല്ലെങ്കിൽ പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്നവരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. And most of the tenants were Maplas. And their struggle was known as Mapla Revolt, or Mapla Rebellion. തെക്കേ മലബാറിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അറിയപ്പെട്ടിരുന്നത് മാപ്പിളമാർ എന്ന പേരിലാണ്, മാപ്പിള എന്ന പേരിലാണ്. അപ്പൊ ഈ ടെനൻസ്, മാപ്പിളമാരായിട്ടുള്ള ഈ ടെനൻസ് നടത്തിയ റെബല്യൻ ആയതുകൊണ്ട്, വിപ്ലവമായതുകൊണ്ടാണ് ഇതിനെ മാപ്പിള റെബല്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. In order to suppress this revolt, the British authorities raised a special armed force battalion. ഇതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി, ഈ പ്രക്ഷോഭത്തെ, മാപ്പിള ലഹളയെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് അധികാരികള് ഒരു സ്പെഷ്യൽ പോലീസ് ഫോഴ്സിനെ അല്ലെങ്കിൽ സ്പെഷ്യൽ ആംഡ് ഫോഴ്സിനെ രൂപീകരിച്ചു. എ സ്പെഷ്യൽ ആംഡ്
Force Battalion was developed by name മലബാർ സ്പെഷ്യൽ പോലീസ്, MSP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഈ മാപ്പിള ലഹള അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു ആംഡ് ഫോഴ്സ് ബറ്റാലിയനെ തന്നെ റിക്രൂട്ട് ചെയ്തു, സ്വീകരിച്ചു. To inquire or to study about this rebellion, the British appointed a commission under the leadership of William Logan എന്ന വ്യക്തിയുടെ പേരിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. ഡ്യൂ ടു ദിസ് റീസൺ ഇറ്റ് ഈസ് നോൺ ആസ് വില്യം ലോഗൻ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഈ മാപ്പിള ലഹളയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മീഷന്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. And this William Logan Commission submitted the report that the main reason for this revolt or rebellion, Malabar rebellion or Mapla rebellion, is unfair land revenue system of the British. ബ്രിട്ടീഷുകാര് നടപ്പിലാക്കിയ നേരായ മാർഗത്തിലൂടെ അല്ലാത്ത മോശമായ ഭൂനികുതി വ്യവസ്ഥയാണ് ഇത്തരത്തിലൊരു കലാപം മലബാറിൽ ഉണ്ടാകാൻ കാരണമെന്ന് വില്യം ലോഗൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതാണ് മലബാർ ലഹള എന്നത്. ഇറ്റ് വാസ് റൂത്ത്ലെസ്ലി സപ്രസ്ഡ്. അത് വേറെ കാര്യം. ഈ ലഹളയും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. Then struggle storms in jungles. വനാന്തരങ്ങളിലും ഇത്തരത്തിലുള്ള ലഹളകൾ ഉണ്ടായി. വനാന്തരങ്ങളിൽ അധിവസിക്കുന്ന എസ്പെഷ്യലി ട്രൈബൽ ഗ്രൂപ്പ്സ്, വനാന്തരങ്ങളിൽ അധിവസിക്കുന്ന വിഭാഗങ്ങളേറെയും ട്രൈബൽ ഗ്രൂപ്പുകളാണ്, ആദിവാസി ഗോത്ര വിഭാഗത്തിൽ പെടുന്നവരാണ്. ദി ടു പ്രോമിനന്റ് ലീഡേഴ്സ് ഓഫ് ദിസ് ട്രൈബൽ സ്ട്രഗിൾ വെയർ സിദോ ആൻഡ് കഞ്ചു. ഇതിന്റെ പ്രമുഖ ലീഡേഴ്സ് ആയിരുന്ന നേതാക്കന്മാരായിരുന്നു സിദോ, കഞ്ചു എന്നിവർ. One among the prominent tribal struggle in jungle was took place in 1855. അത്തരത്തിലുള്ള വനാന്തരത്തിലെ ആദിവാസികളുടെ ഒരു വിപ്ലവം നടന്ന 1855 വിച്ച് ഈസ് നോൺ ആസ് സന്താൾ റിവോൾട്ട്. അതിനെ സന്താൾ കലാപം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സന്താൾ റിവോൾട്ട് ഓഫ് 1855, 1855 സന്താൾ കലാപം. It took place in Rajmahal Hills. It was a tribal area. ആദിവാസി ഗോത്രവിഭാഗങ്ങൾ അധിവസിക്കുന്ന രാജ്മഹൽ കുന്നുകളിലാണ് ഈ സന്താൾ കലാപം ഉണ്ടാകുന്നത്. They lived by gathering forest produce and adopted cattle rearing, shifting cultivation ആൻഡ് ഹണ്ടിങ്. അവർ ഉപജീവന മാർഗം നടത്തിയിരുന്നത് ആ പ്രദേശവുമായി യോജിച്ചുകൊണ്ടുള്ള രീതിയിലാണ്. ബൈ ഗാദറിംഗ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, വന ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ട്, പിറകും തേനും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ, കായ്കനികളും ഒക്കെ ശേഖരിച്ചും, കാറ്റിൽ റെയറിംഗ്, കന്നുകാലികളെ മേയിച്ചും, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, വനാന്തരങ്ങളിൽ ഒഴിവുള്ള പ്രദേശങ്ങളിലെ കൃഷി ചെയ്തിട്ട് അത് ഉപേക്ഷിച്ചിട്ട് വീണ്ടും കുറെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ചെയ്തും ഒക്കെയുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഹണ്ടിങ്, വേട്ടയാടൽ എന്നീ വനവുമായി ബന്ധപ്പെട്ട ഉപജീവന മാർഗങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞിരുന്നവരായിരുന്നു ഈ സന്താളുകൾ എന്ന് പറയുന്ന വിഭാഗം, സന്താൾ വിഭാഗം. ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഇത് ബ്രിട്ടീഷ് അതോറിറ്റി പാസ് ദി ഫോറസ്റ്റ് ആക്ട്സ്. ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷുകാര് ഫോറസ്റ്റ് ആക്ട്, വന നിയമങ്ങൾ പാസാക്കുന്നത്. These forest acts which were introduced by the British authorities made the life miserable to the Sandals. സന്താൽ വിഭാഗക്കാരുടെ ജീവിതത്തിന് ഏറെ ദുരിതങ്ങൾ സമ്മാനിച്ചവയായിരുന്നു ബ്രിട്ടീഷുകാരെ നടപ്പിലാക്കിയ വന നിയമങ്ങൾ. They have prohibited the tribal groups or Sandals to
എൻ്റർ ദി ഫോറസ്റ്റ്. വനങ്ങളിൽ പ്രവേശിക്കുന്നതിനെ തടഞ്ഞു. വനം കൊണ്ട് ജീവിച്ചിരുന്ന അവർ വനത്തിൽ പ്രവേശിക്കുന്നതിനെ തടഞ്ഞു. അറ്റ് ദി സെയിം ടൈം ദി ബ്രിട്ടീഷ് വൈഡ്ലി ഫെൽഡ് ട്രീസ്. എന്നാൽ അതേസമയം തന്നെ ബ്രിട്ടീഷുകാർ വൻതോതിൽ വനത്തിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തി. ആൻഡ് ലെവിഡ് ഹൈ ടാക്സസ് ഓൺ കളക്ടഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഈ സന്താളുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന വന ഉൽപ്പന്നങ്ങൾക്ക് മേൽ വൻ നികുതി ഏർപ്പെടുത്തി. ഇൻ സച്ച് എ സിറ്റുവേഷൻ they revolted against this exploitation and atrocity. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചൂഷണത്തിനും അതിക്രമത്തിനുമെതിരെ അവര് വിപ്ലവം നടത്തി. ദിസ് ഈസ് അബൌട്ട് സന്താൾ റിവോൾട്ട്. ഇതാണ് ട്രൈബൽ ഗ്രൂപ്പായ സന്താളുകളുടെ വിപ്ലവം. രാജ്മഹൽ കുന്നുകളിലാണ്. ദെൻ നെക്സ്റ്റ് കുറിച്യ റിവോൾട്ട്, അനദർ ട്രൈബൽ റിവോൾട്ട്. മറ്റൊരു ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ വിപ്ലവമാണ് കുറിച്യ വിപ്ലവം. കേരളത്തിൽ വയനാട്ടിലാണ് അത് നടന്നത്. ദിസ് കുറിച്യ റിവോൾട്ട് വാസ് ഓർഗനൈസ്ഡ് ബൈ ദി ട്രൈബൽ ഗ്രൂപ്പ്സ് കുറിച്യ ആൻഡ് കുറുമ്പ. ആദിവാസി ഗോത്ര വിഭാഗങ്ങളായ കുറിച്യ, കുറുമ്പ വർഗങ്ങൾ ചേർന്ന് നടത്തിയ കലാപമാണ് കുറിച്യ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. Then what are the reasons behind it? എന്തുകൊണ്ട് ഈ ആദിവാസി വിഭാഗങ്ങളായ കുറിച്യ കുറുമ്പ വിഭാഗങ്ങൾ ഒരു കലാപത്തിലേക്ക് പോയി, ലഹളയിലേക്ക് പോയി? Imposition, first one, the imposition of excessive tax by the British over the tribal groups. വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുറിച്യ കുറുമ്പ വർഗങ്ങളുടെ മേൽ വലിയ നികുതി ഏർപ്പെടുത്തി. കമ്പൽഷൻ ഓഫ് പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. അവിടെ ഈ പണം ഉണ്ടായിരുന്നില്ല. ആ ചുമത്തിയ നികുതി പണമായി നൽകാനും വ്യവസ്ഥ ചെയ്തു. ആൻഡ് ബ്രിട്ടീഷ് അതോറിറ്റി സീസ്ഡ് ദെയർ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. അങ്ങനെ ചുമത്തിയ നികുതി കൊടുക്കാതെ വന്നപ്പോ കുറിച്യരും കുറുമ്പരും കൃഷി ചെയ്തിരുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. It was led by this revolt was or rebellion was led by കുറിച്യ leader രാമനമ്പി. ഈ വിപ്ലവം നയിച്ചത് കുറിച്യ നേതാവായിരുന്ന രാമനമ്പിയാണ്. രാമനമ്പിയാണ് കുറിച്യ വിപ്ലവത്തിന്റെ ലീഡർ. However, this revolt was suppressed and രാമനമ്പി was killed. ഈ വിപ്ലവത്തെയും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതിന്റെ നേതാവായിരുന്ന രാമനമ്പിയെ വധിച്ചു. ദെൻ അതർ റിവോൾട്ട്സ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ മറ്റു വിപ്ലവങ്ങൾ. ഇതുപോലെ പല ചെറിയ ചെറിയ വിപ്ലവങ്ങൾ നടന്നു. അനദർ വൺ ഈസ് പഹാരിയ റിബല്യൻ. അത്തരത്തിൽപ്പെട്ട മറ്റൊരു വിപ്ലവമാണ് പഹാരിയ റിബല്യൻ. മറ്റൊന്ന് കോൾ റിബല്യൻ, കോൾ ലഹള. മറ്റൊന്ന് ഖാസി റെബല്യൻ, ഖാസി ലഹള. മറ്റൊന്ന് ബിൽ റെബല്യൻ, ബിൽ ലഹള. മുണ്ട റെബല്യൻ, മുണ്ട റെബല്യൻ. അപ്പൊ ഇതൊക്കെ ഇൻഡിഗോ റെബല്യൻ, സന്താൾ റെബല്യൻ, കുറിച്യ റെബല്യൻ, മറ്റൊക്കെ പേരുകൾ ഓർത്തിരുന്നാൽ മതി. ഇതിന്റെ മറ്റത് ഇത് മൂന്നിന്റെയും കാരണങ്ങളും ലീഡേഴ്സും ഒക്കെ പറയണം. അതോടൊപ്പം ഉണ്ടായ മറ്റു പല ലഹളകളും ഉണ്ടാവുകയാണ് ഈ പറഞ്ഞവയൊക്കെ. പഹാരിയ റെബല്യൻ, കോൾ റെബല്യൻ, കാസി റെബല്യൻ, ബിൽ റെബല്യൻ, മുന്ത റെബല്യൻ തുടങ്ങിയവയൊക്കെ. Another important incident that took place in India during that time or at the time of British rule was the decline of traditional industries in India. ഇനി ബ്രിട്ടീഷ് കാർഷിക മേഖല തകർന്നതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകാലയളവിൽ പരമ്പരാഗത വ്യവസായ മേഖലയും തളർച്ച നേരിട്ടു, തകർന്നു.
The British policies completely ruined the agricultural sector in India. And at the same time, side by side, the small scale industries or cottage industries or handicrafts in India. കാർഷിക മേഖലയോടൊപ്പം ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ ആയിരുന്ന കുടിൽ വ്യവസായങ്ങൾ, ചെറുകിട കുടിൽ വ്യവസായങ്ങൾ, കരകൗശല വ്യവസായങ്ങളെ തകർച്ചയെ നേരിട്ടു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് were the causes for the decline of traditional industries in India under British rule? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ തകരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെ? ഫസ്റ്റ് വൺ, ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് ഇൻ ചീപ്പ് റേറ്റ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇന്ത്യയിൽ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ആയിരുന്നു, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. കുടിൽ വ്യവസായമായിരുന്നു. പരുത്തി നൂൽനൂറ്റ്, പരുത്തി നൂലുകൊണ്ട് തുണി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബ്രിട്ടൻ ആൻഡ് large scale production took place in the cotton textile industry in Britain, and British cotton was imported to India in cheap rate. ബ്രിട്ടനിൽ നിന്നും വൻതോതിൽ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട വൻകിട വ്യവസായശാലകളിലൂടെ ഉൽപ്പാദിപ്പിച്ച പരുത്തി തുണി കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റു. ഇതൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് machine made British textile adversely affected the Indian cotton textile industry. അത് ദോഷകരമായി ഇന്ത്യയിലെ പരുത്തി തുണി വ്യവസായത്തെ ബാധിച്ചു. ഇന്ത്യൻ പരുത്തി തുണി വ്യവസായികളെക്കാൾ വില കുറച്ചവ ഇന്ത്യയിൽ വിറ്റു. ഇനി മറ്റൊന്ന്, എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ ബൈ ദി ബ്രിട്ടീഷ് അതോറിറ്റീസ് ബൈ വിച്ച് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് from the industries and to the village areas to collect raw materials. ഇനി ഇന്ത്യയിലെ കുടിൽ വ്യവസായങ്ങളെ അല്ലെങ്കിൽ വിശേഷിച്ച് പരുത്തി തുണി വ്യവസായ മേഖലയെ ദോഷകരമായി ബാധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. വീട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പരുത്തി തുണി റെയിൽവേയുടെ ആവിർഭാവത്തോടുകൂടി ഇന്ത്യയിലെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ എത്തിക്കാൻ ഉള്ള ഗതാഗത സൗകര്യമുണ്ടായി. എന്ന് മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങൾ തിരികെ കൊണ്ടുപോകുന്നതിനും ഈ റെയിൽവേ ഗതാഗതം സഹായിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഹൈ ടാക്സ് ലെവിഡ് ഓൺ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച പരുത്തി തുണിക്ക് വലിയ നികുതി ഏർപ്പെടുത്തി. അപ്പൊ അതിന് വലിയ വില കൂടുതലായിട്ട് സാധാരണക്കാരത് വാങ്ങാതെയായി. Workers, due to exploitation and torture, gave up their work, and massively they reached or searched for other jobs. അത്തരത്തിൽ പരുത്തി തുണി വ്യവസായ മേഖലയിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ജോലി എടുത്തുകൊണ്ടിരുന്ന, പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ കൂട്ടത്തോടെ ആ ജോലി ഉപേക്ഷിച്ച് മറ്റു തൊഴിലുകൾ അന്വേഷിച്ചു പോയി. and above all export of raw materials. ഇതിനെല്ലാം ഉപരി തുണി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഇവിടുന്ന് റോ കോട്ടൺ, പഞ്ഞി ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു, കയറ്റുമതി ചെയ്തു ബ്രിട്ടീഷുകാർ. ടെക്സ്റ്റൈൽ സെന്റേഴ്സ് such as Murshidabad and Dhaka became least inhabited. ഒരു കാലത്ത് പരുത്തി തുണി വ്യവസായ മേഖലയുടെ കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യയിലെ മൂർഷിദാബാദും ധാക്കയും. വൻ ജനസഞ്ചയമുള്ള പ്രദേശങ്ങളായിരുന്നു. അവയൊക്കെ ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങളായി തീർന്നു. ആൻഡ് ദേ മൈഗ്രേറ്റഡ് ടു വില്ലേജസ് ആൻഡ് ഇൻഡൾജ്ഡ് or engaged in agriculture and thus became agricultural workers. ഇവരും കൂടെ ഗ്രാമങ്ങളിലേക്ക് പോവുകയും ഗ്രാമങ്ങളിൽ കൃഷിക്കാരുടെ കൂടെ, കർഷകരുടെ കൂടെ കർഷക തൊഴിലാളികളായി മാറുകയും ചെയ്തു. ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദി അഗ്രികൾച്ചർ സെക്ടർ. പൊതുവെ കാർഷിക മേഖല തകർന്നിരിക്കുന്ന അവസ്ഥയിൽ കൂടുതൽ ആൾക്കാർ കാർഷിക മേഖലയിലേക്ക് വന്നത് കാർഷിക മേഖലയുടെ തളർച്ചയ്ക്ക് കാരണമായി.
several Indian industries were perished. The best example is cotton textile industry. അതിന് ഉദാഹരണം ഒന്നാമത്തത് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. രണ്ടാമത്തത് പോട്ടറി, മൺപാത്ര നിർമ്മാണം. The import of aluminium vessels adversely affected the pottery industry of India. വിദേശത്തു നിന്നും വൻതോതിൽ അലൂമിനിയം പാത്രങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തപ്പോൾ അത് ഇന്ത്യയിലെ മൺപാത്ര നിർമ്മാണത്തെ ദോഷകരമായി ബാധിച്ചു. അതുപോലെ ടാനിങ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസായം. എക്സ്പോർട്ട് ഓഫ് ലോർ ലെതർ ടു യൂറോപ്പ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ഇറ്റ്. തുകൽ വ്യവസായം, അസംസ്കൃത തുകൽ വിദേശത്തേക്ക് അയറ്റി വെച്ചതോടുകൂടി തുകൽ വ്യവസായത്തിന് ആവശ്യമായ തുകൽ ഇവിടെ ലഭ്യമല്ലാത്ത അവസ്ഥ വന്നതും ഇതിനെ ദോഷകരമായി ബാധിച്ചു. ദെൻ കാർപ്പന്ററി, മരപ്പണി. ഇൻട്രൊഡക്ഷൻ ഓർ യൂസ് ഓഫ് മെഷീൻസ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് കാർപ്പന്ററി. ലോഹങ്ങൾ ഉപയോഗിച്ച് ഉള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് പണി ചെയ്യാൻ തുടങ്ങിയതോടെ പരമ്പരാഗതമായി കൈയും അതിന്റെ അനുബന്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മരപ്പണി നടത്തിയിരുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. All these policies of the British authorities adversely affected agriculture sector and handicrafts. ഇവയൊക്കെ കാർഷിക മേഖലയുടെയും കരകൗശല മേഖലയുടെയും തകർച്ചയ്ക്ക് കാരണമായി ഈ ബ്രിട്ടീഷുകാരുടെ നടപടികൾ എല്ലാം തന്നെ. And the immediate result is farming and starvation by death. ഇതിന്റെ ആത്യന്തിക ഫലം എന്തായിരുന്നു? ക്ഷാമവും വൻ ക്ഷാമവും പട്ടിണി മരണവുമായിരുന്നു. അറൌണ്ട് 2 lakhs people died during that period. 2 ലക്ഷത്തോളം ആൾക്കാർ പട്ടിണി മൂലം മരണമടഞ്ഞു. New industries were introduced in India by the British authorities. And the condition of the workers in the new industries was also pathetic. ഈ സാഹചര്യത്തിൽ കാർഷിക മേഖലയും ചെറുകിട വ്യവസായ മേഖല അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങളും തകർച്ചയെ നേരിട്ട, കരകൗശല മേഖലയും തകർച്ചയെ നേരിട്ട അവസ്ഥയിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ വൻകിട വ്യവസായങ്ങൾ കൊണ്ടുവന്നു, ആധുനിക വ്യവസായങ്ങൾ കൊണ്ടുവന്നു. ആ ആധുനിക വ്യവസായങ്ങളിലെ തൊഴിലാളികളുടെ അവസ്ഥയും ദയനീയമായിരുന്നു. The British authorities started modern industries in India in the 19th century. Towards the close of the 19th century in India. ബ്രിട്ടീഷുകാർ 19ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും നിരവധി ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചു. Out of these industries, modern industries, the first one was plantation industry. അത്തരത്തിലുള്ള ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യകാല ആധുനിക വ്യവസായങ്ങളിൽപ്പെടുന്ന ഒന്നാണ് പ്ലാന്റേഷൻ ഇൻഡസ്ട്രി, തോട്ട വ്യവസായം. തുടർന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ജൂട്ട് ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, ഇങ്ങനെ വിവിധ മേഖലകളിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. However, the laborers were exploited in these modern industries also. എന്നാൽ ഇവിടെ തൊഴിൽ ചെയ്ത ഇത്തരം ആധുനിക വ്യവസായശാലകളിൽ പണിയെടുത്ത തൊഴിലാളികളും ചൂഷണം ചെയ്യപ്പെട്ടു. Their condition was deplorable due to prolonged working hours, poor wages, unhealthy accommodation. ഈ ഫാക്ടറി തൊഴിലാളികൾക്ക് ലഭിച്ചതൊക്കെയാ പ്രൊലോങ്ഡ് വർക്കിംഗ് ഹവേഴ്സ്, ദീർഘനേരം പണിയെടുക്കണം, ജോലി ചെയ്യേണ്ട സമയത്തിന് ക്ലിപ്തതയില്ല, പൂർ വേജസ്, തുച്ഛമായ വേതനം, കൂലി, അൺഹെൽത്തി അക്കോമഡേഷൻ, ആരോഗ്യകരമല്ലാത്ത വാസസ്ഥലം. ഇവയൊക്കെ വ്യവസായ തൊഴിലാളികളുടെ അവസ്ഥയും ദയനീയമാക്കി. It was during that time there was no trade unions. ആ അവസരത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച ഇതിനെതിരെ പോരാടാൻ ഒരു ട്രേഡ് യൂണിയൻ പോലും, തൊഴിലാളി സംഘടന പോലും ഉണ്ടായിരുന്നില്ല. However, because of their deplorable condition, they agitated.
എന്നിട്ടും തൊഴിലാളി സംഘടനകൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും അവർ ബ്രിട്ടീഷുകാരുടെ ഈ ചൂഷണത്തിനെതിരെ, അക്രമത്തിനെതിരെ പ്രക്ഷോഭം നയിച്ചു. അതിന് ഉത്തമ ഉദാഹരണമാണ് ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക്. ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക്. മഹത്തായ ബോംബെയിലെ തുണിമിൽ പണിമുടക്ക്. കൊൽക്കത്ത ജൂട്ട് മിൽ സ്ട്രൈക്ക്. കൽക്കട്ടയിലെ ചണമില്ലിലെ പണിമുടക്ക്. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വ്യവസായ തൊഴിലാളികളുടെ മുന്നേറ്റങ്ങളായിരുന്നു. In such a situation, in 1857, the first Indian War of Independence took place. ഈ സാഹചര്യത്തിലാണ് 1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന, ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ശിപായി മ്യൂട്ടണി എന്ന് വിശേഷിപ്പിക്കുന്ന 1857 വിപ്ലവം ഉണ്ടാകുന്നത്. Revolt of 1857. The first Indian War of Independence. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. What were the circumstances that leads to such a revolution? ഇതൊരു വിപ്ലവത്തിലേക്ക് ഇന്ത്യക്കാരെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെ? It was termed as Shivai Mutiny. The first reason was poor salary. ഒന്നാമത്തെ കാരണം തുച്ഛമായ ശമ്പളം. ആൻഡ് അബ്യൂസ് ബൈ ദി ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്. തുച്ഛമായ ശമ്പളം മാത്രമായിരുന്നില്ല ഇന്ത്യൻ പട്ടാളക്കാർക്ക് കൊടുത്തിരുന്നത്. പിന്നെന്തോന്നാ? അബ്യൂസ് ബൈ ദി ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്. ബ്രിട്ടീഷ് മേലധികാരികൾ, മേലുദ്യോഗസ്ഥന്മാരുടെ അവഹേളനം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അധിക്ഷേപം. In such a situation, there spread a rumor that the cartridge in the newly supplied Enfield rifles were greased with the fat of cow and pigs.